വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തയ്ക്ക ഒന്ന് വേവിച്ചെടുക്കാം. പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ പരുവത്തിനുള്ള 2 കായാണ് യൂസ് ചെയ്തേക്കുന്നത്, ഈ സൈസിലുള്ള. നമ്മൾ ശർക്കര വരട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ നടുവെ പിളർന്നാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് 1 ടീസ്പൂൺ, എരിവിന് ആവശ്യത്തിന് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഞാൻ ഒരു 4 പച്ചമുളകാണ് ചേർക്കുന്നത്. അത് ഇതുവരെ സ്ലിറ്റ് ചെയ്തിട്ട് ഇടാം. കുറച്ച് കറിവേപ്പില കീറിയിട്ട് അത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചും കൂടെ ചേർക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇനിയും ഏത്തപ്പഴം നന്നായിട്ട് വേവണം. അതുവരെ കുക്ക് ചെയ്യാം. അടച്ചു വെച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റോളം നമ്മൾ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. ചെക്ക് ചെയ്യാം. ഏത്തയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് തൃപ്പൂണിത്തുറയിലുള്ള ഗീത അമ്മൂമ്മയാണ്. ഗീത അമ്മൂമ്മയുടെ പഴപ്പുളിശ്ശേരി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അമ്മൂമ്മ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതേപോലെ പഴം നന്നായിട്ട് ഉടയ്ക്കുക. ഈ തവിയുടെ ബാക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് ഇനിയും ശർക്കര ചേർക്കും. ശർക്കര ചേർക്കുമ്പോഴത്തേക്ക് പിന്നെ ഈ പഴം ഹാർഡാവും. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ മാക്സിമം നന്നായിട്ട് വേവാൻ ശ്രദ്ധിക്കുക. ആദ്യം ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു കുക്കിംഗ് ഉണ്ടാകത്തില്ല, വേവത്തില്ല. ഇനി ഇതിലേക്ക് ശർക്കര ചേർക്കാം. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പം പൊടി ശർക്കരയാണ് ചേർക്കുന്നത്, ക്ലീൻ ആയിട്ടുള്ള ജാഗറിയ. മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ശർക്കരയിൽ കിടന്ന് ഈ പഴം നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ശർക്കര ചേർത്ത് ഇതിനകത്ത് കിടന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റുക. നമ്മൾ പായസത്തിനൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയും ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കണം. അപ്പോൾ സാധാരണ എല്ലാവരും ആദ്യം തേങ്ങ ചേർത്തിട്ടാണ് തൈര് ചേർക്കുക. ഇവിടെ അമ്മൂമ്മ പറഞ്ഞനുസരിച്ചിട്ട് ആദ്യം നമ്മൾ തൈര് ചേർത്തിട്ടാണ് നമ്മൾ ലാസ്റ്റാണ് തേങ്ങ ചേർക്കുന്നത്. വ്യത്യാസമായ രീതിയാണ്, പക്ഷെ നല്ല ടേസ്റ്റി പുളിശ്ശേരിയാണ്. അപ്പോൾ തൈര് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ 1/2 ലിറ്റർ തൈരാണ്. ഒന്ന് ഉടയ്ക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഏകദേശം 1 കപ്പോളം വെള്ളം ചേർത്ത്. ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും സൗകര്യം. കട്ട കെട്ടാണ്ട് ഇളക്കുക. ഇനി നന്നായിട്ട് കിടന്ന് കുറുകണം. ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇപ്പോൾ നോക്കിയാലും കണ്ടോ, കുറച്ച് കട്ടകളുണ്ടാകും. നമ്മൾ ഏത്തക്കയുടെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാവും. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. നമ്മൾ കുറുക്കുകാളെന്നൊക്കെ ചെയ്യുന്ന പോലെ തൈരിട്ട് ഒന്ന് കുറുക്കി എടുക്കുക. കുറച്ച് നേരം ഒന്ന് ചൂടാവണം. എപ്പോഴും നമ്മൾ പഴപ്പുളിശ്ശേരിയിൽ തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒത്തിരി നല്ല തണുത്ത തൈര് ചേർക്കല്ല, റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് ചേർക്കുക. പിരിയാനുള്ള ടെൻഡൻസി കുറയും. ഇത് കുറുകിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ അരയ്ക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്ന 1/2 കപ്പ് തേങ്ങയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നിറച്ച ജീരകവും തേങ്ങയുടെ നല്ലതായിട്ട് അരച്ചെടുക്കുക, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് അരയാനായിട്ട് ആവശ്യത്തിന് നമുക്ക് കുറച്ച് തൈരോ മോരോ ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരൂടെ ചേർത്ത് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക.
അപ്പോൾ തേങ്ങയുടെ മിക്സ്ചർ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തു. ഇപ്പോൾ നന്നായിട്ട് കുറുകിയ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പം തൈര് ചേർത്ത് കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം നമ്മൾ കുറുക്കി എടുക്കുമായിരുന്നു. നന്നായിട്ട് തിളയ്ക്കും. ഇതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കും, പക്ഷേ പിരിയത്തില്ല. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ ചേർക്കാം. അപ്പം ആവശ്യത്തിന് തൈര് ചേർത്ത് അരച്ചെടുക്കുക. നന്നായിട്ട് വെണ്ണ പോലെ അരയണം. ഈ തേങ്ങ ചേർത്ത് അതൊന്ന് വേവണം. അത് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് തേങ്ങയുടെ പച്ചമണമൊക്കെ മാറും. ഇനി ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കടുവറയാണ്. അതിനായിട്ട് കടുക് വറക്കാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ, 2 വറ്റൽ മുളക് കൂടെ ഒന്ന് കട്ട് ചെയ്തിടാം. നല്ലൊരു പിടി കറിവേപ്പില. ഓഫ് ചെയ്ത ശേഷം ഞാൻ ഒരു നുള്ള് മുളക് പൊടി ചേർക്കുകയാണ്, ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒഴിക്കും. ഇതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ സെർവിങ് ബോളിലേക്ക് മാറ്റാം. അതിൻ്റെ പരുവം കണ്ടോ? കുറച്ച് പീസസ് ഉണ്ടാവും. ഒട്ടും കേടില്ലാവാതെ നല്ല പെർഫെക്റ്റ് തിക്നെസ്സിൽ കിട്ടി. ചെറിയ മധുരം മുമ്പോട്ട് നിൽക്കുന്ന ചെറിയ എരിവുള്ള നമ്മുടെ പഴപ്പുളിശ്ശേരി റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. മട്ടയരി ചോറിനോട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.